ഓട്ടൈറ്റിനിടെ കണ്ടാലോ? രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞാൻ മെസ്സിലേക്ക് പോയിട്ടോ. ഇന്നിവിടെ സൗത്ത് ഇന്ത്യൻ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇഡ്ഡലി ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു, കൂടെ കുറച്ച് തേങ്ങ ചട്നി ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു പാക്കറ്റ് ബിസ്ക്കറ്റും കൂടെ കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിന്, എന്നിട്ട് നേരെ ക്ലാസ്സിന് പോയി. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഇന്ന് ലഞ്ചിന് ഇവിടെ പരിപ്പ് കറി കേട്ടോ. പരിപ്പ് കറീന് കൂടെ തൈര് ഉണ്ടായിരുന്നു, റൊട്ടി ഉണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു, പിന്നെ മിക്സഡ് വെജിറ്റബിൾ സബ്ജി കേട്ടോ. സാറ്റർഡേസിലാണ് ഞങ്ങൾക്ക് ഈ സാധനം ഇവിടെ കിട്ടുക. പിന്നെ കൂടെ ഉള്ളി ഉണ്ടായിരുന്നു, കുക്കുമ്പർ ഉണ്ടായിരുന്നു. ഞാനൊരു പ്ലേറ്റ് ഒക്കെ എടുത്ത് 2 റൊട്ടി എടുത്തു, കൂടെ മിക്സഡ് വെജിറ്റബിൾ സബ്ജി എടുത്തു, തൈര് എടുത്തു കേട്ടോ. ഇതാണ് കേട്ടോ ബൂന്തി റൈത്ത. എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ തൈരിലൊക്കെ ഇട്ട് കഴിക്കുന്ന സാധനം കേട്ടോ. ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ നേരെ പോയിട്ട് ലഞ്ച് കഴിച്ചേ. ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വൈകുന്നേരം ക്ലാസ് വിട്ടുന്നപ്പോൾ കുറച്ച് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ബിരിയാണീൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തൈര് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കേട്ടോ രാജസ്ഥാനി സ്പെഷ്യൽ ബിരിയാണി, ചിക്കൻ ബിരിയാണിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇവിടെ എപ്പോൾ ബിരിയാണി ഓർഡർ ചെയ്താലും അതിൻ്റെ കൂടെ മീൻ ചട്നി കിട്ടും കേട്ടോ. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഡേറ്റ്സ് അച്ചാറുണ്ടായിരുന്നു, മീനച്ചാറുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഈ സാധനമൊക്കെ കഴിച്ചിട്ടോ. തിരിച്ച് റൂമിലെത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് കുറച്ച് തമിഴ്നാട്ടിൽ നിന്ന് തട്ടുകട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതും കഴിച്ച്. എന്നിട്ട് ഞങ്ങൾ നേരെ ലോണ്ടറി എടുക്കാൻ പോയേ. ഇന്ന് ലോണ്ടറി ദിവസം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ലോണ്ടറി കൊടുക്കാനും വാങ്ങാനും ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ലോണ്ടറി ഒക്കെ കൊടുത്ത ശേഷം തിരിച്ച് നേരെ ഞങ്ങൾ മെസ്സിലേക്ക് എത്തിയിട്ട് വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ചായക്ക് കൂടെ കഴിക്കാൻ രാവിലത്തെ ഇഡ്ഡലിൻ്റെ ബാക്കി തന്നെയാണ് കേട്ടോ. രാവിലത്തെ ഇഡ്ഡലി എല്ലാം കൂടി ഇവർ ഫ്രൈ ചെയ്തൊരു മസാല ആക്കി തരും കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച ശേഷം ഞങ്ങൾ നേരെ കുറച്ച് പെറ്റ്സിനെ കളിപ്പിക്കാൻ പോയി. ഞങ്ങളിവിടുത്തെ പ്രധാന ആളാണിത്, ഷാഡോ എന്നാണ് പേര്. അങ്ങനെ കുറേ നേരം ഷാഡോൻ്റെ കൂടെ ഒക്കെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് രാത്രി ഡിന്നർ കഴിക്കാൻ വന്നു കേട്ടോ. ഇന്ന് ഡിന്നറിന് എന്താ നോക്കിക്കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് എഗ് ബുർജി ഉണ്ടായിരുന്നു, പിന്നെ ദാൽ കറി ഉണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത്രയും സാധനമൊക്കെ കൂട്ടി ഞാൻ ഡിന്നർ കഴിച്ച്. ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു 11 മണിയായപ്പോൾ പിന്നെ വിശന്നു കേട്ടോ. അപ്പം ഞാനൊരു ബൗൾ മാഗിയും കൂടെ ഉണ്ടാക്കി കഴിച്ചിട്ടോ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ചാച്ച ബൈ ബൈ, സീ യു.